പ്രിയമുള്ളവരെ, തെരുവിൽ ഇന്നൊരു പ്രവാചക കഥ പറയാം. പ്രവാചകൻ മുഹമ്മദ് നബി ഒരു തെരുവിലൂടെ നടന്നു പോവുകയായിരുന്നു. തൻ്റെ മുമ്പിലൂടെ ഒരു വൃദ്ധയായ സ്ത്രീ ഭാരം ചുമന്ന് നടന്നു പോകുന്നത് പ്രവാചകൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രവാചകൻ സ്ത്രീയുടെ അരികിലേക്ക് പോയി ആ ഭാരം താൻ ചുമക്കാമെന്ന് പ്രവാചകൻ സ്ത്രീയോട് അപേക്ഷിച്ചു. സ്ത്രീക്ക് സന്തോഷമായി. പ്രവാചകൻ്റെ തലയിലേക്ക് ആ ഭാരച്ചുമട് കയറ്റിവെച്ച് പ്രവാചകനും സ്ത്രീയും നടന്നു പോവുകയായിരുന്നു. ആ സമയത്ത് സംസാരിക്കാനായി പ്രവാചകനോട് സ്ത്രീ ഒരു ഉപദേശം നൽകി. മോനെ, ഈ നാട്ടിൽ ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ പുതിയ കുറേ കാഴ്ചപ്പാടുകളുമായിട്ട് വന്നിട്ടുണ്ട്. അവൻ പൂർവികരെയൊക്കെ തള്ളിപ്പറയുന്നു, നമ്മുടെ ബിംബങ്ങളെയൊക്കെ തെറ്റാണെന്ന് പറയുന്നു. അവരിലൊന്നും കൂടിപ്പോകരുത്, അവൻ നമ്മുടെ വഴി തെറ്റിക്കും. പ്രവാചകൻ മൗനമായി കേട്ടു. തന്നെക്കുറിച്ചാണിത് പറയുന്നതെന്ന് ബോധ്യമായിട്ടും പ്രവാചകൻ ഒരക്ഷരം മിണ്ടിയില്ല. പ്രവാചകൻ മെല്ലെ നടന്നു. സ്ത്രീയുടെ ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ ചുമട് താഴെ ഇറക്കി വെച്ചു. സ്ത്രീ പ്രവാചകനോട് പേര് ചോദിച്ചു. പ്രവാചകൻ സ്ത്രീയോട് പറഞ്ഞു, നേരത്തെ നിങ്ങൾ പറഞ്ഞ ആ മുഹമ്മദില്ലേ, അത് ഞാനാണ്. സ്ത്രീ അത്ഭുതപ്പെട്ടു പോയി. നല്ല കനിവുള്ളൊരു മനുഷ്യൻ. ഈ സംഭവം ആ സ്ത്രീ പ്രവാചകൻ്റെ മതത്തിലേക്ക്, ഇസ്ലാമിലേക്ക് പ്രവേശിക്കാനുള്ള കാരണമായി. കഥയുടെ ഗുണപാഠം: ഒരാളെ വിമർശിക്കാൻ അയാളെ നേരെ അറിയുന്നതായിരിക്കും നല്ലത്. നേരെ അറിയാത്ത ഒരാളെ വിമർശിക്കാൻ പോകുമ്പോൾ നമുക്കാണ് തെറ്റുപറ്റുക. ഒരു വിമർശനം കേൾക്കുമ്പോൾ നമുക്കത് സഹിക്കാനാവില്ല. പെട്ടെന്ന് പ്രകോപിതനാവും. ഞാനങ്ങനെ ചെയ്യില്ല. പക്ഷേ വിമർശനം ഏറ്റവും ശാന്തമായി കേൾക്കുകയും നല്ല പ്രവർത്തനത്തിലൂടെ അതിന് മറുപടി നൽകുകയും ചെയ്യുമ്പോൾ നമ്മെ വിമർശിച്ചവർ നമ്മുടെ വഴിയേ വരും. അതാണ് ഈ പ്രവാചകകഥയുടെ ഗുണപാഠം.